വർണ്ണിച്ചു. ആ മന്വന്തരത്തിലെ ഒരവതാരം ആയിട്ട് പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങളുണ്ട്, കുറേ അവതാരങ്ങൾ. ആദ്യമായിട്ട് ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് പാൽക്കടൽ കടഞ്ഞ് അമൃതെടുത്ത് ദേവന്മാർക്ക് കൊടുത്തു. കടയണ സമയത്ത് മന്ദരപർവ്വതം താണുപോയപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കൂർമ്മരൂപം സ്വീകരിച്ചു. അമൃതെല്ലാം കൊണ്ടുവന്നപ്പോൾ അത് അസുരന്മാർ കൊണ്ടുപോയപ്പോൾ തിരിച്ചെടുക്കാനായിട്ട് മോഹിനി രൂപം സ്വീകരിച്ചു. അമൃത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ആയുർവേദ ആചാര്യനായിട്ട് ധന്വന്തരി മൂർത്തിയായിട്ട് വന്നു. ഇങ്ങനെ പല അവതാരങ്ങളും ഉള്ളതാണ്. ഒരു അത്യത്ഭുത ചരിത്രമാണ് പരീക്ഷിത്തെ കൂർമാവതാരം എന്ന് പറഞ്ഞ അടുത്ത ചരിത്രം പറയാൻ തുടങ്ങുമ്പോഴാണ് അങ്ങെന്താ ഇത്ര അനവധി അവതാരങ്ങളുള്ള ഈ വിശേഷമായിട്ടുള്ള ചരിത്രം എന്താ ചുരുക്കി പറയുന്നത്, വിസ്തരിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ 8 അധ്യായങ്ങളിൽ പിന്നെ അത് വർണ്ണിച്ചു. അതാണ് 5 മുതൽ 12 കഴിയുന്നവരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിച്ച 8 അധ്യായങ്ങളിൽ കൂർമ്മപുരാണത്തിൻ്റെ സാരം 17,000 ശ്ലോകമുള്ള ഒരു പുരാണമാണ് കൗർമ്മം സപ്തദശാഖ്യാനം. അതിനെയാണ് 8 അധ്യായങ്ങളിൽ ചുരുക്കി. അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ചുരുക്കി വർണ്ണിക്കും. 17,000 ശ്ലോകം വായിക്കേണ്ട വിഷമമില്ലല്ലോ ഇവിടെ 8 അധ്യായം വായിക്കാൻ. ഇങ്ങനെയാണ് എല്ലാ പുരാണങ്ങളുടെ സാരം ഭാഗവതത്തിലെത്തുന്നത്. അതാണ് ഭാഗവത ശ്രവണത്തിൻ്റെ ഒരു മഹത്വം. അങ്ങനെ അത് വർണ്ണിച്ചു. ദേവന്മാർക്ക് സർവ ഐശ്വര്യങ്ങളും ഉണ്ടായി. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലിരിക്കുമ്പോൾ അവർ ചിന്തിക്കുക, നമുക്കിനി ആരെ പൂജിക്കണം? നമ്മൾ യജ്ഞങ്ങൾ ചെയ്തിട്ട് അവിടെ എത്തിയേക്കണേ. 100 യാഗങ്ങളൊക്കെ